ഹോസ്റ്റലിൽ കയറി ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി. മൃതദേഹത്തിന് അരുകിലിരുന്നു, സെൽഫി എടുത്തു, സ്റ്റാറ്റസ് ആക്കി. വഞ്ചനയ്ക്കുള്ള ശിക്ഷ എന്ന അടിക്കുറിപ്പ്. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലാണ് സംഭവം നടക്കുന്നത്. തിരുനെൽവേലി സ്വദേശിയായിട്ടുള്ള എസ് ബാലമുരുകൻ, അയാളാണ് പ്രതി. 32 വയസ്സാണ് ഇയാളുടെ പ്രായം. മരിച്ചത് മേപ്പാളയം തരുവ സ്വദേശി ശ്രീപ്രിയയും. കോയമ്പത്തൂരിലായിരുന്നു ശ്രീപ്രിയയുടെ താമസം. ആ വനിതാ ഹോസ്റ്റലിൽ എത്തിയിട്ടായിരുന്നു ഇത്തരത്തിലൊരു കൊടിയ അക്രമം. കൊലപാതകത്തിന് ശേഷം പ്രതി ആ മൃതദേഹത്തിനരികിൽ ഇരിപ്പായി കുത്തിയിരുന്നു ഏറെ നേരം. ഇതിനിടയിൽ മൃതദേഹത്തെ ചേർത്തു നിർത്തി സെൽഫി എടുത്തു. ആ സെൽഫി എടുത്ത് അത് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആക്കി പോസ്റ്റ് ചെയ്തു. അതിന്റെ അടിക്കുറിപ്പാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. വഞ്ചനയ്ക്കുള്ള പ്രതിഫലം മരണം. ഇതായിരുന്നു ആ അടിക്കുറിപ്പ്. അകന്ന ബന്ധുവുമായിട്ടുള്ള ഈ ശ്രീപ്രിയയുടെ ബന്ധം അത് മനസ്സിലാക്കിയതാണ് ഈ പ്രകോപനത്തിന് കാരണമെന്നാണ് നിഗമനം. പോലീസ് അങ്ങനെ തന്നെയാണ് പറയുന്നത്. കോയമ്പത്തൂരിലെ ഗാന്ധിപുരത്തിന് സമീപം രാജാ നായിഡു സ്ട്രീറ്റ്, ആ തെരുവിലെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലായിരുന്നു ഈ ശ്രീപ്രിയയുടെ താമസം. എന്തുകൊണ്ടാണ് വിവാഹിതയായിട്ടുള്ള ഇവർ ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്നത്? കാരണമുണ്ട്. മാസങ്ങളായി ഇവർ തമ്മിൽ വഴക്കാണ്. അതുകൊണ്ട് തന്നെ അകന്നായിരുന്നു ജീവിതം. 4 മാസം മുമ്പാണ് ശ്രീപ്രിയ ഭർത്താവിനെയും 2 കുട്ടികളാണ് ഇവർക്കുള്ളത്, അവരെയും വിട്ട് ഈ കോയമ്പത്തൂരിലേക്ക് എത്തിയത്. കോയമ്പത്തൂരിലെ ഒരു വ്യാപാര സ്ഥാപനത്തിൽ ജോലി കണ്ടെത്തിയ ശ്രീപ്രിയ അങ്ങനെ ഈ ഹോസ്റ്റലിൽ ഒരു മുറിയെടുത്ത് അവിടെ താമസം ആരംഭിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് ബാലമുരുകന്റെ അകന്ന ബന്ധുവായിട്ടുള്ള രാജ എന്ന ആളുടെ രംഗപ്രവേശം. രാജയും ശ്രീപ്രിയയും തമ്മിൽ അടുത്ത ബന്ധത്തിലാണ്, അല്ലെങ്കിൽ അവർ കൂടുതൽ പ്രണയത്തിലേക്ക് പോകുന്നു എന്നുള്ള വിവരം അത് ഈ ശ്രീമുരുകന് ലഭിക്കുന്നു. അവിടെ മുതൽ തുടങ്ങുകയാണ് പ്രശ്നങ്ങൾ. ഭാര്യയും 3 കുട്ടികളുമുള്ള ആളാണ് കേട്ടോ രാജയും. ശ്രീപ്രിയയും രാജയും അടുപ്പത്തിലാണെന്ന വിവരം അറിഞ്ഞതോടുകൂടി ബാലമുരുകന് ആദ്യം പ്രകോപിതനാവുന്നു. പിന്നീട് ശനിയാഴ്ച ഇയാൾ കോയമ്പത്തൂരിലേക്ക് വരികയാണ്. ശനിയാഴ്ച കോയമ്പത്തൂരിലെത്തി ബാലമുരുകൻ ശ്രീപ്രിയയെ നേരിൽ കണ്ട് സംസാരിച്ചപ്പോൾ ഒരു തരത്തിലും വഴങ്ങാൻ തയ്യാറല്ലായിരുന്നു അവർ. ഭർത്താവിനൊപ്പം പോകാൻ വിസമ്മതിക്കുകയായിരുന്നു ശ്രീപ്രിയ. ആദ്യത്തെ വഴക്കൊക്കെ മാറ്റിവെച്ച് ഈ ബാലമുരുകൻ ആവശ്യപ്പെട്ടു എന്റെ കൂടെ വരണമെന്ന്. പക്ഷേ അത് ചെവിക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല ശ്രീപ്രിയ. ഇതറിഞ്ഞു രാജ എന്ന ഈ മൂന്നാമൻ, അല്ലെങ്കിൽ ശ്രീപ്രിയയുടെ കാമുകൻ, അല്ലെങ്കിൽ ബാലമുരുകന്റെ ഉറ്റ ബന്ധു. ഇയാൾ എന്ത് ചെയ്തു? ശ്രീപ്രിയയുമായിട്ടുള്ള ചേർന്നിരിക്കുന്ന ഒരു ചിത്രം പകർത്തി കൂടുതൽ പ്രകോപിതനാക്കാൻ വേണ്ടി ബാലമുരുകൻ അയച്ചു കൊടുക്കുകയാണ്. ബാലമുരുകൻ അത് കണ്ടതും സ്വാഭാവികമായും അയാളുടെ നിലതെറ്റി. ഞായറാഴ്ച രാവിലെ ഒരു ബന്ധുവിനെയും കൂട്ടിയാണ് ഇയാൾ കോയമ്പത്തൂരിലെ ഹോസ്റ്റലിലേക്ക് എത്തുന്നത്. ചിത്രത്തെക്കുറിച്ച് ആദ്യം ചോദ്യം ചെയ്തു, ചിത്രം കാണിച്ചു, ഇതെന്താണ് എന്നുള്ളത്. ഇതിനൊന്നും ശ്രീപ്രിയയ്ക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. പക്ഷേ അപ്പോഴും ശ്രീപ്രിയ ഭർത്താവിനൂടെ പോകില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നു. സന്ദർശക മുറിയിൽ വെച്ച് വീണ്ടും അയാൾ വിളിച്ചു, എൻ്റെ കൂടെ വരണം, ഈ ബന്ധം അവസാനിപ്പിക്കണമെന്ന്. പക്ഷേ അത് വിസമ്മതിച്ച ഉടനെ അവിടെ തുടങ്ങുന്നു ഒരു ക്രിമിനൽ മൈൻഡ്. ബാലമുരുകന്റെ കയ്യിൽ ബാഗിൽ ഒരു അരിവാൾ കരുതിയിരുന്നു. അരിവാളെടുത്ത് ആഞ്ഞു വെട്ടുകയാണ്. ആ ഒറ്റ വിട്ടിൽ വീണു ശ്രീപ്രിയ ആ സന്ദർശക മുറിയിൽ. കൂടെ ഉണ്ടായിരുന്ന ബന്ധു ഇത് കണ്ട് ഞെട്ടി ബോധക്ഷയം സംഭവിച്ച് ആ മുറിയിൽ തന്നെ വീണ് കിടക്കുന്ന സാഹചര്യമെത്തി. വിവരമറിഞ്ഞ പോലീസ് എത്തി. രത്നപുരി പോലീസാണ് ബാലമുരുകനെ അറസ്റ്റ് ചെയ്തു. ഈ പോലീസ് എത്തുന്ന സമയത്തും ബാലമുരുകൻ ഈ മൃതദേഹത്തിനരികിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, ആ അരിവാളും പിടിച്ച്. ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. മദ്യലഹരിയിലാണ് അദ്ദേഹം ആ വെട്ടിക്കൊലപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് പോയത് എന്ന് പോലീസ് കരുതുന്നു. എന്താണെങ്കിലും ഇയാളുടെ സ്റ്റാറ്റസ് ഉണ്ടല്ലോ, ആ സ്റ്റാറ്റസ് കണ്ടാണ് ബന്ധുക്കൾ ഈ കൊലപാതകത്തിന്റെ വിവരമറിയുന്നത്.
അവർ ഞെട്ടി സ്റ്റാറ്റസ് കണ്ടത്. യുവതിയുടെ മൃതദേഹം കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു. തമിഴ്നാടിനെ നടുക്കിയ ഒരു കൊലപാതകം, അതിന് പിന്നാലെ അതിലേറെ നടുക്കം സൃഷ്ടിച്ച ഒരു വാട്സപ്പ് സ്റ്റാറ്റസ്.